ഹലോ, അസ്സലാമു അലൈക്കും. വീഡിയോ ക്രിയേറ്റ് ചെയ്യാനേ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കുഞ്ഞാണിൻ്റെ ഫാബിൻ്റെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ജെമിനിയിൽ വന്നിട്ട് പിന്നെ ആ വീഡിയോ ക്രിയേഷനിൽ പ്രോംപ്റ്റ് റെഡിയാക്കി തരാൻ പറയണം. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുള്ള ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ഫോർ ദിസ് അറ്റാച്ച്ഡ് ഫോട്ടോ. ആ ഫോട്ടോ എന്നുള്ളടത്ത് ഇനി ഫോട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോട്ടോ ഞാൻ കുഞ്ഞാൻ്റെ ഇതിൻ്റെ ഫാബിൻ്റെ ലോഗാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഫാബ് ഈസ് എ കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഇതിന് മലയാളത്തിലായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ലാംഗ്വേജ് മലയാളത്തിലായിരിക്കണം, സ്റ്റൈൽ അഡ്വർടൈസ്മെൻറ്റ്, ക്യാരക്ടർ മെയിൽ ഫീമെയിൽ, ലെങ്ത്ത് എത്ര സെക്കൻഡ് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡും ഓരോ വീഡിയോൻ്റെ പ്രോംപ്റ്റും 10 സെക്കൻഡായിട്ട് മാറ്റി തരാൻ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇനി നോക്കിക്കോളൂ. ഇതാ കണ്ടോ, ഇവിടെ നോക്കിയേ, ഇവിടെ 00 മുതൽ 10 സെക്കൻഡ് വരെ ഏത് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അവിടെ മലയാളത്തിൽ എന്താണ് അവർ പറയാൻ പോകുന്നത് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ വിഷ്വൽ എന്നുള്ളിടത്തു നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതുവരെ ഈ 11 തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ എവിടെ ഇത് കൊടുക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നുകൂടി പറയാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക നിങ്ങൾ പിന്നെ യൂട്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നടുവിലൊരു പ്ലസ് കണ്ടോ. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞത് യൂട്യൂബാണ്. യൂട്യൂബിൽ പോയി, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വന്ന് നമ്മൾ യൂട്യൂബിൽ ഏറ്റവും താഴെ ഹോം ഉണ്ട്, ഷോർട്സ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് പ്ലസ് ഉണ്ട്. ആ പ്ലസ് ബട്ടനാണ് സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തേത്. വീണ്ടും നമുക്ക് ക്രിയേറ്റ് വീഡിയോയിൽ പല ഓപ്ഷൻസും കുറേ കാണിക്കുന്നുണ്ട് ഇവിടെ. അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതൊക്കെ നിങ്ങൾ വേറെ പരീക്ഷ നോക്കുകൊണ്ടു. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു, നേരത്തെ കോപ്പി ചെയ്ത് വന്ന ആ സംഗതി ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ആഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അത് കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഏറ്റവും താഴെ ആരോ മാർക്ക് ഉണ്ടല്ലോ, വലത് ഭാഗത്തോട്ടൊരു ആരോ മാർക്കൊരു അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതപ്പോൾ വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് 100 ആവുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വീഡിയോ റെഡി ആയിട്ടുണ്ടാവും. ചില സമയത്ത് 95-ലൊക്കെ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം, ബാക്കോട്ട് അടിച്ച് വീണ്ടും ട്രൈ ചെയ്യണം. ചിലപ്പോൾ 100-ൽ വന്നിട്ട് എന്ത് ചെയ്യും, നിൽക്കും അവിടെ 100% ആയിക്കോട്ടെ സ്റ്റക്ക് ആയിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എന്ത് ചെയ്യുക, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും, പിന്നെ നേരത്തെ വീഡിയോ ഡിസ്കാർഡ് ചെയ്യണോ, അതായത് നേരത്തെ വീഡിയോ ഒഴിവാക്കണോ അതല്ല കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ 100% ഓക്കെ ആണെങ്കിൽ, 100% കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ പഴയ വീഡിയോ അവിടെ കിട്ടും. ശേഷം എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ പാർട്ടും അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ രണ്ടാമത്തെ വീഡിയോവും റെഡി ആയിട്ട് വരും. അങ്ങനെ എത്ര പ്രോംപ്റ്റാണ് നമുക്ക് ജെമിനിയിൽ കിട്ടിയിട്ടുള്ളത്, ആ പ്രോംപ്റ്റുകൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇങ്ങനെ ഓരോന്ന് പേസ്റ്റ് ചെയ്ത്. അധികം യൂട്യൂബ് തന്നെ 3 വീഡിയോസും പിന്നെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും, എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പിലിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളാണ്. നല്ല അടിപൊളി, നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ച് നല്ല അടിപൊളി വീഡിയോസ് ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്ന ടീമിനെ അത്യാവശ്യമായി വേണ്ടിയിരുന്നു എനിക്ക്.
ഇതുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് റിയലിസ്റ്റിക് പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഒറിജിനൽ മനുഷ്യന്മാരുണ്ടാക്കാൻ പറ്റൂല. അത് ചില സമയത്ത് അങ്ങനെ എറർ കാണിക്കും. നമ്മൾ വീണ്ടും ബാക്കോട്ട് പോവുക. ഉണ്ടോ, ബാക്കോട്ട് പോയാൽ ഏറ്റവും മുകളിൽ ബാക്കോട്ടുള്ളൊരു ആരോ അടുത്ത സൈഡിൽ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ കാണിക്കും. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കൊടുത്തു നോക്കുക. ഓക്കെ, അത് 100% ആയാൽ ഓട്ടോമാറ്റിക് അവിടെ തന്നെ കാണിക്കും. ഇനി അത് ഡൗൺലോഡ് ആവുന്നത് എങ്ങനെയെന്നുള്ള അടുത്ത വീഡിയോയിൽ, അടുത്ത സ്ക്രീൻഷോട്ടിൽ പറഞ്ഞുതരാം. ഇതപ്പം ഇങ്ങനെ വന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം അതല്ലേ നമ്മുടെയും സന്തോഷം. പക്ഷെ അത് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും തലവേദനയാണോ? ഉണ്ട്. അപ്പോൾ ഫാബിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെ ആണെന്നുള്ളത് നമ്മൾ കേട്ട് നോക്കണം. പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഈ വലത് ഭാഗത്ത് താഴെ ഒരു ആരോ കണ്ടോ, ഏറ്റവും മുകളിൽ ആ കാണുന്നുണ്ട്. ഒരു വലിയ അക്ഷരം എയും പിന്നെ ചെറിയക്ഷരം എയും. അതിൻ്റെ ജസ്റ്റ് താഴെ നോക്കിയാൽ, ഏറ്റവും താഴെ നോക്കിയിട്ട് ആരോ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴെ നിന്നും മൂന്നാമത്തെ റിപ്പോർട്ടിൻ്റെ തൊട്ട് മേലെ സേവ് ടു ഡിവൈസ് എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താവും, നമ്മുടെ ഗാലറിയിലോട്ട് ഇത് വന്നിട്ടുണ്ടാവും. ഓക്കെ.